ഇന്നത്തെ വീഡിയോയിൽ അവക്കാഡോ വെച്ചിട്ടുള്ള 2 സ്പെഷ്യൽ ഐറ്റംസാണ് എനിക്ക് കാണിക്കാനുള്ളത്. പക്ഷേ ആദ്യം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കഴിച്ചതെന്നുള്ളതൊന്ന് കാണാം. ഓട്സ് കൊണ്ടുള്ള ഉപ്മാവ്, കടല, പിന്നെ കുറച്ച് കാടമുട്ട. ഇതായിരുന്നു രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിച്ചത്. ഓട്സിൻ്റെ ഉപ്മാവിൽ കുറച്ച് വെജീസും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റും കൂടി ഉണ്ടായിരുന്നു. ഓവറോൾ ഗുഡ് ആയിരുന്നു. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗ് തന്നെ. പലരും ചോദിക്കുന്നു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യാനാണോ അതോ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് എന്താണ്. ഇതൊന്നുമല്ല, എൻ്റേതായ കുറച്ച് പേഴ്സണൽ റീസൺസ് ആണ്. അതുകൊണ്ട് എൻ്റെ ഡയറ്റ് ആരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നേ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഡയറ്റിൽ റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കൂ. ബിക്കോസ് ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കറിയാവുന്ന നോളജും എനിക്ക് പങ്കിടുമ്പോൾ ഐ എം വെരി ഹാപ്പി. ലഞ്ചിനാണ് അവക്കാഡോ പുഡിംഗ് ഉണ്ടാക്കിയത്. അവക്കാഡോ, യോഗട്ട് ആൻഡ് ചിയ സീഡ് പുഡിംഗ്. യോഗട്ടും അവക്കാഡും ഏതെങ്കിലും ഒരു സ്വീറ്റ്നറും കൂടി നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് എടുത്തതിന് ശേഷം മിൽക്കിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയ സീഡ് അതിലേക്ക് അവക്കാഡോ ബ്ലെൻഡ് ചെയ്തതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതിന് മുകളിലൊരു ഗാർണിഷിങ്ങിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ സീഡ്സോ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു എക്സ്ട്രാ ടെക്സ്ചറും ക്രഞ്ചിനെസ്സും എല്ലാം കിട്ടുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി എലവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ടേസ്റ്റ്. അവക്കാഡോയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന, യോഗട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷേ അവക്കാഡോ ഇഷ്ടമില്ലാത്ത കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ അവർക്ക് ഇത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർ എന്ന് പറയുമായിരിക്കും പ്രോബബ്ലി. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് ട്രൈ ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവക്കാഡോ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന, അവക്കാഡോ ഷേക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ശരിക്കും റെക്കമെൻഡഡ് ആണ്. ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്, ന്യൂട്രീഷ്യസ് ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, ഒട്ടും തന്നെ സമയവും എടുക്കില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ നമ്മളുടെ ഈ ബിസി സ്കെഡ്യൂളിൽ നമ്മൾ മോർണിംഗ് എല്ലാം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പകരം ഇതിങ്ങനെ കഴിക്കുവാണെങ്കിൽ ഹെൽത്തിയുമാണ്. ഓൾസോ നമുക്ക് ടൈം അത്രയും എടുക്കത്തുമില്ല. പിന്നെ ഈ യോഗട്ടിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ തിക്ക് കേർഡ് ഉണ്ടല്ലോ, പുളിയില്ലാത്ത സെറ്റ് കേർഡ് എന്നെല്ലാം പറഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സംഭവം, അത് ആഡ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു യോഗട്ടിൻ്റെ പോലെ തന്നെയുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. പിന്നെ മിൽക്കിൽ സോക്ക് ചെയ്യണമെന്നില്ല ചിയ സീഡ്, നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്താണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പുഡിങ്ങിന്. അവകാഡോ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വേറൊരു സംഭവം ഉണ്ടാക്കി, മൈ ഓൺ വേർഷൻ ഓഫ് ഗുവാക്കമോളി. അവകാഡോ ഫോക്ക് കൊണ്ട് നല്ലപോലെ മാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ടൊമാറ്റോയും ഒനിയനും പിന്നെ കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ, ലെമൺ ജ്യൂസ് ഇത്രയും ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തു. ഇതൊരു സ്ലൈസ് ഓഫ് ബ്രെഡിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് സെസമി സീഡ്സും കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു ടോസ്റ്റ്. ഈ ബ്രെഡ് ആക്ച്വലി മൾട്ടിഗ്രെയിൻ ബ്രെഡ് തന്നെയാണ്. ഫ്ലാക്സ് സീഡ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്രെഡ് തന്നെയായിരുന്നു. ഞാൻ 3 സ്ലൈസ് ഞാൻ തന്നെയല്ല കഴിച്ചത്, ഇവിടെ വീട്ടുകാർക്കും കൊടുത്തു. അവർക്കും ഭയങ്കര ഇഷ്ടമായി. അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കഴിക്കുന്നത് തന്നെ. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അവക്കാഡോ എനിക്ക് വെറും 100 രൂപയ്ക്കാണ് കിട്ടിയത്. കിലോ 100 രൂപ. നിങ്ങളുടെ അവിടെയൊക്കെ അവക്കാഡോക്ക് എന്താ വില? ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങിയതല്ല. ഇവിടെ ഞാനൊരു സ്ഥലത്ത് പോകുന്ന വഴിക്ക് അവിടെ ഇങ്ങനെ ബൾക്കായിട്ട് വിൽക്കുന്നത് കണ്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഡിന്നറിന് ഞാൻ രാവിലത്തെ ഉപ്മാവിൽ ഒരു എഗ്ഗ് കൂടി ആഡ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബൈ.